എടാ, ജനുവരി 3-ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അന്നത്തേക്ക് റീൽ ഇറക്കാൻ ഒരു പാട്ട് പാടി വെച്ചിക്കണ്. അതിൻ്റെ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്ത് തരണം. ബർത്ത്ഡേൻ്റെ അന്ന് പോസ്റ്റ് ചെയ്യാനുള്ളതാ. പിന്നെ കുറച്ച് പിക്സും വേണം. നഈമിൻ്റെ വേദനിപ്പിക്കുന്ന വാക്കുകളാണിത്. അവസാന യാത്രയിൽ പ്രിയപ്പെട്ട നഈം ആവശ്യപ്പെട്ട കാര്യമായിരുന്നു ഇത്. അവൻ്റെ ആഗ്രഹം പോലെ ഊട്ടിയിൽ നിന്നും 50 കിലോമീറ്റർ അകലെയുള്ള കൊടനാട് വ്യൂ പോയിന്റിൽ കോടമഞ്ഞു മൂടിയ മനോഹരമായ അന്തരീക്ഷത്തിൽ വെച്ചിട്ട് അവൻ്റെ കൂടെ യാത്ര പോയ 5 പേര് അവൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു. പക്ഷേ ഓൽക്കറിയില്ലായിരുന്നു പടച്ചോൻ്റെ അലംഘനീയമായ വിധിയിലൂടെ ഈ പൊന്നു സുഹൃത്തിൻ്റെ അവസാനത്തെ വീഡിയോ ആണ് ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നതെന്ന് ആ സുഹൃത്തുക്കൾക്ക് അറിയില്ലായിരുന്നു. അല്ലെങ്കിലും പടച്ചോൻ്റെ ചില തീരുമാനങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ തന്നെ ഭ്രാന്താലയമായിട്ട് മാറും. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ കൂട്ടിയിലേക്ക് പോകുന്നത് ഒരു പക്ഷേ ഹറാമുകൾ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പല യാത്രകളിലും സംഭവിച്ചു പോകാറുണ്ട്. നിസ്കാരങ്ങൾ ഖളാ ആകുന്നു. പല നമ്മൾ ജീവിതത്തിൽ ശീലിച്ച പല ദിക്റുകളും നമ്മുടെ യാത്രക്കിടയിൽ നഷ്ടപ്പെടുന്നു. പല ഹറാമുകളും കാണേണ്ടി വരുന്നു. അങ്ങനെ പല യാത്രകളും നമ്മുടെ ജീവിതത്തിൽ ഹറാമ് സംഭവിക്കുന്ന യാത്രകളാണ്. പക്ഷെ നഈമിൻ്റെ ആ മനസ്സൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ആ റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ഹുബ്ബ് റസൂൽ, അല്ലാണ്ട് റസൂലിനെ പുകഴ്ത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനും എന്നുള്ള ഒരാഗ്രഹം കൂടെ അവനക്ക് ഉണ്ടായിരുന്നു. എത്ര വലിയ മനസ്സാ! ഒരു മദ്ഹ് പാടിയ എത്ര ആളുകളാണ് അത് കേൾക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു കൂലി, അതിൻ്റെയൊക്കെ ഒരു ഭാഗമാവാൻ നഈമിന് സാധിക്കൂലേ? അത്ഭുതം തന്നെയാണ് നഈമിൻ്റെ ഓരോ ജീവിതവും. പലരും മരണപ്പെട്ടാൽ അവരുടെ ജീവിതത്തിലെ ഒരു പക്ഷേ വേദനിപ്പിക്കുന്ന അതല്ലെങ്കിൽ മോശമായ ചില കാര്യങ്ങളൊക്കെ പുറത്തു വരാറുണ്ട്. അതൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയമാണ്. പക്ഷെ നഈം നമുക്ക് നൽകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. ജീവിതത്തിൽ എന്താണോ ചെയ്ത് കൂട്ടിയത് അത് മരണത്തിന് ശേഷവും ഈ ലോകം അറിഞ്ഞുകൊണ്ടേ ഇരിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ ആ പാവപ്പെട്ട സുഹൃത്ത് നഈം എന്ന് പറയുന്ന പൊന്നുമോൻ, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആഗ്രഹം ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അല്ലേ? നിങ്ങൾക്കൊക്കെ അറിഞ്ഞതുപോലെ അതവൻ്റെ കൂട്ടുകാരന്മാർ സാധിപ്പിച്ചു കൊടുക്കുമ്പോൾ മനസ്സിൽ എവിടെയൊക്കെയോ ഒരു നൊമ്പരം. അവനെ ഇതുവരെ കാണാത്ത, അവനോട് ഇതുവരെ സംസാരിക്കാത്ത, ആരാണ് നഈം, എന്താണ് നഈം എന്ന് പോലും അറിയാത്ത എത്രയോ പാവപ്പെട്ട ആളുകൾ അവനക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ഇതൊക്കെയല്ലേ മനുഷ്യരെ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. ഒരുപാട് ആളുകൾ മരണപ്പെട്ട ഒരാളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അത് അവൻ്റെ സ്വർഗപ്രവേശനത്തിനുള്ള കാരണമാകുന്നല്ലേ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. നഈം അത്ര അത്ഭുതപ്പെട്ട മനുഷ്യനാണ്. എത്ര വലിയ മനസ്സാണ് അദ്ദേഹത്തിൻ്റെത്. പടച്ചോനെ നമ്മളുടെയൊക്കെ മരണം ഇതുപോലെ ആക്കി തരട്ടെ. നമ്മളൊക്കെ മരിക്കുമ്പോൾ നമുക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ ആരെങ്കിലും ഈ ലോകത്തുണ്ടാകുമോ? ഒരു ഫാത്തിഹ ഓതാൻ, ഓ നല്ലോനായിരുന്നു എന്ന് പറയാൻ, നമ്മുടെ മയ്യത്ത് കാണാൻ ആരെങ്കിലുമൊക്കെ വരുമോ? അള്ളാഹു നമ്മുടെ മരണത്തെ നന്നാക്കി തരട്ടെ. പക്ഷേ ഈ റീലെടുത്ത് കഴിഞ്ഞതിന് ശേഷം വെറും മണിക്കൂറുകൾ മാത്രമായിരുന്നു നഈം അവൻ്റെ ആ കൂട്ടുകാരന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നത് അവർക്കറിയില്ലായിരുന്നു. അങ്ങനെ അന്ന് രാത്രിയാണ് ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് അവൻ നമ്മിൽ നിന്ന് വിട പറയുന്നത്. രാത്രി പുലർച്ചെയാണ്. അള്ളാഹു അവൻ്റെ ഖബറിടം അള്ളാഹു സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അങ്ങനെ അവൻ്റെ അവസാനത്തെ ആഗ്രഹമായിട്ടുള്ള ബർത്ത്ഡേ റീല് ആ സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ, അവൻ്റെ ആഗ്രഹവും അവസാനത്തെ ആഗ്രഹവും സാധിപ്പിക്കുകയാണ്. പല സ്വപ്നങ്ങളും ആരും അറിയാതെ ആരടി മണ്ണിൻ്റെ അടിയിലേക്ക് മണ്ണോട് ചേർന്ന് പോകുന്നവരാണ് നമ്മിൽ പലരും. പക്ഷെ നഈം അവിടെയും വ്യത്യസ്തനാണ്. അവൻ്റെ സ്വപ്നവും അതോടുകൂടി സാക്ഷാത്കരിക്കപ്പെടുകയാണ്. അള്ളാഹു അവൻ്റെ സുഹൃത്തുക്കൾക്കും ക്ഷമ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.